വൻ ടാക്സ് വെട്ടിപ്പ്, ഫ്രോഡ് കുടുംബം, ഗർഭിണി മോളുടെ പ്രസവം അങ്ങ് ജയിലിലായിരിക്കും എന്നുള്ള രീതിയിലേക്കൊക്കെ പറയുന്നു. അതും കഴിച്ച് 69 ലക്ഷം രൂപ 70 ലക്ഷം രൂപ, അതായത് 3/4 കോടി രൂപ തിരുവനന്തപുരത്ത് തന്നെ ലുലു മാളിലൊക്കെ ഉണ്ടാകും. വേറെ എവിടെയുള്ള ഉണ്ടാകുക ഇത്രയും വലിയ പൈസ? അതിനെ കുറിച്ച് വലിയ ധാരണയില്ലാത്തതുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. കൃഷ്ണകുമാറിനെതിരെയും ദിയാ കൃഷ്ണയ്ക്കെതിരെയും ഏതാണ്ട് 23 വർഷം തടവ്, 7 കുറ്റങ്ങൾ, 3 ജാമ്യമില്ലാ വകുപ്പ്, ഇതൊക്കെ ചേർത്തിട്ടാണ് ഇപ്പോൾ FIR വന്നെന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. അതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ FIRൻ്റെ വിശദാംശങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഓൺലൈനിലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അവൈലബിൾ അല്ല. അതിൻ്റെ നമ്പർ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അത് എന്തൊക്കെ തരത്തിലുള്ള ഇതാണ് ചുമത്തിയിരിക്കുന്നുള്ള കാര്യം, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ നിവർത്തിയില്ല. ഒരു കാര്യം കൃഷ്ണകുമാർ ഇതിൻ്റെ ഇടയിൽ നിന്ന് പറഞ്ഞൊരു കാര്യം ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ദയവായി, ഞാൻ ഇത് കാണുന്ന പ്രേക്ഷകരോട് പറയാം, നമ്മളിൽ പലതരം രാഷ്ട്രീയം ഉണ്ടാവാം, പലതരം ആശയ സംവാദങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഈ ഒരു വിഷയം, ഒരു പെൺകുട്ടി ആ കുട്ടിയുടെ കഷ്ടപ്പാടുകൊണ്ട് ഉയർത്തിയെടുത്ത ഒരു സ്ഥാപനത്തിൻ്റെ അതിൻ്റെ ഒരു ആണിക്കല്ലും അതിൻ്റെ അടിവേരും അറുത്തു കൊണ്ടുപോകാൻ ശ്രമിച്ച 3 പെരുങ്കള്ളികൾ, ആ പെരുങ്കള്ളികൾക്ക് ഇന്ന് സമൂഹം മൊത്തത്തിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നുകൊണ്ട് അവർ കുറ്റസമ്മതം നടത്തിയ കാര്യം പബ്ലിക്കലി എവിഡൻ്റ് ആയിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നൊരു കാര്യത്തിനെ ഒരു വ്യക്തി വന്നിരുന്നിട്ട് ഇതാ ഇവിടെ ന്യായീകരിക്കുകയാണ്. ന്യായീകരിക്കുന്നത് മാത്രമല്ല, ആ പെൺകുട്ടികൾ അഥവാ ഈ 3 പെരുങ്കള്ളികളെ ന്യായീകരിച്ചുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് നോക്കൂ, അവരെ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യം ഞാൻ ഒന്നൊന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വൻ ടാക്സ് വെട്ടിപ്പ് ആരെക്കുറിച്ചാ? വൻ ടാക്സ് വെട്ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണകുമാറിനെ കുറിച്ചാണ് പറയുന്നത്. വൻ ടാക്സ് വെട്ടിപ്പ്, ഫ്രോഡ് കുടുംബം, വൻ ടാക്സ് വെട്ടിപ്പ്, ഫ്രോഡ് കുടുംബം, ഗർഭിണി മോളുടെ പ്രസവത്തിൻ്റെ സെറ്റപ്പ്. ആ പെൺകുട്ടിയെ പോലും വെറുതെ വിടുന്നില്ല. ഞാൻ സീരിയസ്ലി ഞാൻ പറയാം, ഇത് കൃഷ്ണകുമാറോ അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സോ കാണുന്നെങ്കിൽ ഇത്രത്തോളമൊക്കെ പബ്ലിക്കലി വന്നിരുന്നിട്ട് ഒരു ഫാമിലി ഇങ്ങനെ ടാർണിഷ് ചെയ്യുന്ന രീതിയിൽ, അത്രയും അപകീർത്തികരമായ രീതിയിൽ വർത്തമാനം പറയുന്ന ഇതിനൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യണം കേട്ടോ. സീരിയസ്ലി, വൻ ടാക്സ് വെട്ടിപ്പ്, ഫ്രോഡ് കുടുംബം, ഗർഭിണി മോളുടെ പ്രസവം അങ്ങ് ജയിലിലായിരിക്കും എന്നുള്ള രീതിയിലേക്കൊക്കെ പറയുന്നു. ഇതെന്ത് അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം പറയുന്നത് മനസ്സിലാവുന്നില്ല. അതിന് മുമ്പുള്ളൊരു വീഡിയോ എന്ന് വെച്ചാൽ, ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ ഈ പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്യാൻ, ഒറ്റ തന്തയ്ക്ക് പിറന്നാണെങ്കിൽ ഈ പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്യിക്കട സംഘികളെ എന്നൊക്കെ വിളിച്ചു. എന്ത് സംഘികളെന്ന്? 8.5 ലക്ഷം രൂപ അവരുടെ സ്ഥാപനത്തിൽ നിന്ന് മോഷണം നടത്തി കൊണ്ടുപോയ പൈസ ആ പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് അതിൻ്റെ പ്രഗ്നൻസി സ്റ്റേജിൽ അത് ഭയങ്കര തിരക്കുകളില്ലാത്ത പോയ സമയത്ത് അതിൻ്റെ കൂടെ നിൽക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിന്നിട്ട് അത് ജാതി നോക്കി മറ്റത് നോക്കി എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നൊക്കെ പറയുന്നു. അപ്പോൾ പിന്നെ ആ കുട്ടി ഇതെടുത്ത സമയത്ത് ചില സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ചില ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ട്. ആ സ്ഥാപനങ്ങളിലൊക്കെ സ്റ്റാഫുകൾ എടുക്കുന്ന സമയത്ത് അതിനകത്ത് ജാതിയൊക്കെ നോക്കുന്നുള്ള കാര്യം നമുക്ക് നേരിട്ട് അറിയാവുന്ന ചില വസ്തുതകളുണ്ട്. ചില ജ്വല്ലറികളിലൊക്കെ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ കണ്ടിട്ടുമുണ്ട്, അറിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് ദിയാ കൃഷ്ണയ്ക്ക് ഇങ്ങനെ തുടക്കത്തിൽ ചെയ്തുകൂടായിരുന്നോ? ഇങ്ങനെ ജാതിയൊക്കെ നോക്കിയിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ അങ്ങ് നേരത്തെ അങ്ങ് എടുത്താൽ പോരായിരുന്നോ? ഇനി ബ്രാഹ്മണനെ വേണോ, നായരെ വേണോ, ഇനി ക്ഷത്രിയനെ വേണോ, അല്ലെങ്കിൽ മറ്റേ പല എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ എടുത്താൽ മതിയായിരുന്നല്ലോ. ആ കുട്ടി അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഇത്രയും നാൾ ഒരുമിച്ച് നിന്നവർ, സഹപ്രവർത്തകരെന്ന് പറഞ്ഞാൽ അത്രയും വിശ്വാസം അർപ്പിച്ചവരാണ്. ഇനി ഇദ്ദേഹം അടുത്ത ഒരു ടാക്സ് വെട്ടിപ്പ്, സംഘി നടനെ മേൽ കുരുക്കു മുറുകുന്നു. എന്തടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? സംഘി നടനോ? അയാളുടെ രാഷ്ട്രീയം നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം. എൻ്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും 2 കോണാണ്. ഓക്കെ, അദ്ദേഹം ഒരു റൈറ്റ് എക്സ്ട്രീമോ അല്ലെങ്കിൽ അതിൻ്റെ മിഡിലോ ഒക്കെ നിൽക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ സെൻട്രൽ റൈറ്റിലേക്കായിരിക്കാം. ഞാൻ അങ്ങനെയല്ല, ഞാൻ ലെഫ്റ്റിലേക്ക് തന്നെ നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. എനിക്ക് പറഞ്ഞുകൊണ്ട് വേറെ മടിയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ വൃത്തികെട്ട അന്തം രാഷ്ട്രീയത്തിലേക്കൊന്നും അല്ല. എൻ്റെ മനസ്സിനകത്തൊരു ആശയമുണ്ട്. ആ ആശയം മാനുഷികപരമായിട്ടുള്ളതാണ്, സാമൂഹികപരമായിട്ടുള്ളതാണ്, സോഷ്യലിസവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ്. അത് എൻ്റെ ഇഷ്ടം. പക്ഷേ അത് എൻ്റെ ചാനലിൽ കൂടെ ഞാൻ അങ്ങനെ എടുത്ത് ഇങ്ങനെ തുപ്പാറൊന്നുമില്ല. അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഞാൻ എന്തെങ്കിലും ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വിമർശിക്കാതിരിക്കുന്ന ഒരാളുമല്ല. വിമർശനങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇതിന് മുമ്പെടുത്ത് നോക്കിയാൽ അറിയാം. മുകേഷിൻ്റെ വിഷയമാണെങ്കിലും മറ്റ് പല വിഷയങ്ങളാണെങ്കിലും ഞാനെടുത്ത് സംസാരിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. ടാക്സ് വെട്ടിപ്പ്, സംഘി നടന് മേലെ കുരുക്കു മുറുകുന്നു, ടാക്സ് വെട്ടിപ്പിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ ഇത്രത്തോളം. സംഘി കൃഷ്ണകുമാറും പെണ്ണുങ്ങളും അഴിയെണ്ണു. പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മക്കളെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെയാണ് ഉദ്ദേശിച്ചത്. നടൻ അഴിയെണ്ണും, തട്ടിപ്പും വെട്ടിപ്പും ഒപ്പം തട്ടിക്കൊണ്ടുപോകലും എന്നൊക്കെ പറഞ്ഞ് ഇത്രത്തോളം ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം ഏത് തരത്തിലുള്ള രാഷ്ട്രീയത്തിനെ അഭിമുഖീകരിക്കുന്ന ഒരാളാണെന്നുള്ളത് എനിക്കറിയത്തില്ല. കേൾപ്പിച്ചു തരാം എന്താ ഈ പറയുന്നുള്ള. കേട്ടു നോക്കൂ, കുറച്ച് കേട്ടാൽ മതി. നടത്തുന്നത് ഇവരെ വളഞ്ഞിട്ടക്രമിക്കുന്നത് ഇവിടെയുള്ള സംഘപരിവാറാണ്, സംഘികളാണ്, കുറുവടികളാണ്. സൂക്ഷിച്ച് നിരീക്ഷിച്ചാൽ കാണാൻ കഴിയും. ഈ സംഭവത്തില് കുറെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. നമസ്കാരം. പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത്
പക്ഷത്തിൽ ഭേദം കാണിക്കുകയാണെന്ന് തോന്നും, പക്ഷഭേദം കാണിക്കാനെന്ന് തോന്നും. ഞാനല്ല കാണിക്കുന്നത്. ഇത് ആക്ച്വലി എന്താണ് ബ്രഹ്മ ബൂമറോ? എന്തായാലും കൊള്ളാം. ഇപ്പൊ ഇദ്ദേഹത്തിനെ കണ്ടിട്ട് ഒരു കാഷായ വസ്ത്രധാരി ഒരു ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഒരു സന്യാസി വര്യനെ പോലത്തെ ഉള്ള രീതിയിൽ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇദ്ദേഹം ഈ പറയുന്നത് ചിലപ്പോൾ സംഘികരോടുള്ള വിരോധം കാരണം ഇനിയിപ്പം അടുത്ത് ഇടതുപക്ഷത്തിന് ആണോ അതോ തീവ്ര ലിബറൽ ആളാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും ഇദ്ദേഹത്തിന്റെ വീഡിയോ കുറച്ച് പേര് അയച്ചു തന്നിട്ട് ഇത് പറയുന്നത് കേട്ടോ നോക്കാൻ പറഞ്ഞു. ഞാൻ കേട്ടപ്പോൾ ഞെട്ടിപ്പ് അക്ഷരാർത്ഥത്തിൽ. ഇതിനകത്ത് സത്യം പുറത്തു വരണം എന്നൊക്കെ പറയും. സ്വാമിജിയാണോ? ആഹാ, നമസ്കാരം സ്വാമിജി. 3 പെൺകുട്ടികൾ മോഷണം നടത്തുന്ന പ്രഥമ ദൃഷ്ടി ആർക്കും മനസ്സിലാവും. അവർ പണം തിരിമറി ചെയ്തിട്ടുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യരുത്. മറിച്ച് ദിയ കള്ളം പറഞ്ഞാണെങ്കിൽ 3 പെൺകുട്ടികൾ നിരപരാധികളായിരിക്കാം. ഇവിടെ സ്ഥാപനം സംഘിയുടേതാവാം, തെറ്റ് ചെയ്തവർ നമ്മൾ ന്യായീകരിക്കരുത്. ഞാനും ഒരു ഇടത് രാഷ്ട്രീയ അനുഭാവിയാണ്, സ്വാമിയുടെ നിലപാടുകൾക്കൊപ്പം എന്ന് കട്ട സപ്പോർട്ടാണ്. പക്ഷേ ഇക്കാര്യത്തിൽ നമ്മൾ നിജസ്ഥിതി വരും വരെ വെയിറ്റ് ചെയ്തേ പറ്റൂ. അതൊരു ഇടതുപക്ഷം ആണെങ്കിൽ അയാൾ പറഞ്ഞേക്കുന്ന കാര്യം രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്കുള്ളൊരു കാര്യമാണ്, മാനുഷികമായിട്ടുള്ള കാര്യമാണ്. എന്തുവാടേ ഇടതുപക്ഷമോ വലതുപക്ഷമോ എന്നുള്ള കാര്യമാണ് ഇവിടെ രാഷ്ട്രീയമാണോ? ഇവിടെ നിലമ്പൂരിലെ മറ്റേ എം സ്വരാജും അൻവറും അതുപോലെ തന്നെ മറ്റെന്താണ് അവർ തമ്മിലുള്ള ഒരു മൂവർ സംഘത്തിന്റെയൊക്കെ മത്സരത്തിന്റെ പോലത്തെ പരിപാടിയാണോ? അല്ലല്ലോ. ഇവിടുത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹത്തിന്റെ മകളൊരു സ്ഥാപനം തുടങ്ങി, കൃഷ്ണകുമാറിന്റെ മകളൊരു സ്ഥാപനം തുടങ്ങി. ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ ഏതാണ്ട് ഒരു വർഷത്തോളം സമയം കൊണ്ട് അതിന്റെ പരമാവധി പൈസ അടിച്ചുകൊണ്ട് പോയി. അതിൽ 8.5 ലക്ഷം തിരിച്ചു കൊടുത്തു. എന്നിട്ട് അവസാനം ജാതി അധിക്ഷേപം നടത്തി, മറ്റത് ചെയ്തു, മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് സംഭവം ചെയ്യുന്നു. ഒരു കുട്ടി പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നു, എൻ്റെ ഭർത്താവ് ഓരോ മാസവും 1 ലക്ഷം, ചില മാസം 1 ലാക്ക് അയക്കും, ചില മാസം 1.5 ലാക്സ് അയക്കും, ഒരു മാസം 80 ഇതൊക്കെ. ഇത്രയൊക്കെ സാമ്പത്തിക ഇത്രത്തോളമൊക്കെ ഒരു NRI പുറത്തു നിന്നുള്ള വരുമാനം വരുന്നവർക്ക് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ ദിയയുടെ കടയിൽ പോയിട്ട് ദിയ അത്രയും അധിക്ഷേപിച്ച് ജാതീയ അധിക്ഷേപം, മോശമായ വർത്തമാനം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആ കടയിൽ നിന്ന് ജോലി ചെയ്യേണ്ട കാര്യം വല്ലതും ഉണ്ടോ? സാധാരണക്കാർ ചെയ്യുമോ? പിന്നെ സെൽഫ് റെസ്പെക്ട് ഉള്ള ആൾക്കാരിന് ഇപ്പം ഭർത്താവിന് എല്ലാ കുടുംബത്തിൽ എത്ര ആസ്തി ഉണ്ടെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ള കാര്യം വളരെ വലിയൊരു കാര്യമാണ്. അതിനെ എപ്പോഴും ബഹുമാനിക്കുന്ന ഒരു കാര്യമാണ്. എങ്കിലും ഇദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാരൊക്കെ ഇത് എന്ത് ചപല വർത്തമാനമാണ് ഈ കുടുംബത്തിനെ കുറിച്ചൊക്കെ പറയുന്നത്, സംഘി മറ്റത്. ഓക്കെ, പറഞ്ഞോ, അത് രാഷ്ട്രീയമല്ലേ. കോണ്ടെക്സ്റ്റ് എന്താണ്? മോഷണമാണ്. ആ കോണ്ടെക്സ്റ്റിന്റെ അകത്ത് ഇതിനെ ന്യായീകരിക്കുന്ന ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടാണോ? എന്ത് ലെഫ്റ്റിസമാണ് അദ്ദേഹത്തിന്, അല്ലെ ഈ പറയുന്ന വ്യക്തിക്ക് എന്ത് ലെഫ്റ്റ് ലിബറൽ സെറ്റപ്പാണ് പറയാനുള്ളത്? ഈ കട നടത്തുന്നവർ അമേരിക്കയിലല്ല, കട നടക്കുന്നത് കേരളത്തിലും അവർ അമേരിക്കയിലില്ല, തൊട്ടടുത്തുണ്ട്. ആ വീട്ടിൽ 6 പേരുണ്ട്, പ്രായപൂർത്തിയായിട്ട് 6 പേരുണ്ട്, അവരുടെ മരുമക്കളോ വരുമാനം മറ്റോ ഉണ്ട്. ഇവരാരും ശ്രദ്ധിക്കാതോ ഞങ്ങൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ചോദ്യങ്ങൾ ഉയരുകയാണ് അവിടെ. അതാണ് പോലീസിനും മനസ്സിലായിട്ട് കാര്യങ്ങളും അവർക്കും ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. എവിടെ നിന്നാണ് 240 ദിവസം കൊണ്ട് 69 ലക്ഷം ഡ്യൂവായിട്ടുള്ള പൈസ കൊടുക്കണ്ടേ? വാങ്ങിച്ചു വെച്ച സാധനങ്ങളുടെ പൈസ അടുത്ത ഷെഡ്യൂൾ വരുമ്പോൾ കൊടുക്കണ്ടേ? പുതിയ സാധനങ്ങൾ വാങ്ങിക്കണ്ടേ? അതും കഴിച്ച് 69 ലക്ഷം രൂപ, 70 ലക്ഷം രൂപ, അതായത് 3/4 കോടി രൂപ തിരുവനന്തപുരത്ത് തന്നെ ലുലു മാളിലൊക്കെ ഉണ്ടാകും. വേറെ എവിടെയുള്ള ഉണ്ടാകുക ഇത്രയും വലിയ പൈസ? അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. എനിക്കും അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലായിരുന്നു. ലാസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് ഞാനത് വീഡിയോയിൽ തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഈ നമ്മുടെ OC-യുടെ അഥവാ ദിയ കൃഷ്ണയുടെ വീഡിയോ വന്നു, ദിയയുടെ അമ്മയുടെ സിന്ധു കൃഷ്ണകുമാറിന്റെ വീഡിയോ വന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ അഹാന അടക്കം ഉള്ള ആൾക്കാരുടെ ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അതിനകത്തെല്ലാം വ്യക്തവും സ്പെസിഫിക് ആയിട്ട് അവർ തെറ്റ് സമ്മതിക്കുന്നു. ഇനി ദിയ കൃഷ്ണയുടെ ടേൺ ഓവറിനെ കുറിച്ചാണ് സംസാരം സ്വാമിജിക്ക് അറിയേണ്ടതെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ആ കുട്ടിയുടെ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്ട്സുകളാണ് വിൽക്കുന്നത്. അതോടൊപ്പം തന്നെ റീസെല്ലേഴ്സ് ഉണ്ട്, അഥവാ ഇവരുടെ സാധനങ്ങൾ എടുത്തിട്ട് ബൾക്കായിട്ട് ഓർഡർ എടുത്തിട്ട് അതിനെ മറിച്ച് വിൽക്കുന്ന ആൾക്കാരുണ്ട്. ആ റീസെല്ലേഴ്സിനും കൊടുക്കുന്നുണ്ട്. അപ്പം അവരെടുക്കുന്ന പർച്ചേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000-ഓ 2000-ഓ അല്ല, 10,000-കണക്കിന് രൂപയാണ്. അത് ചിലപ്പോൾ 1 ലക്ഷം രൂപയും വരും. അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള എമൗണ്ടുകൾ വാങ്ങി എന്നുള്ളതിൻ്റെ തെളിവുകളടക്കം ദിയ കൃഷ്ണ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്വാമിജി കാര്യം അറിഞ്ഞുകൂടെങ്കിൽ അറിയാത്തതിന് ലെഫ്റ്റ് മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഈർവാണം വിടാതെ കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുക. അയാളുടെ രാഷ്ട്രീയത്തിന് നമുക്ക് എതിർക്കാം. അയാളുടെ രാഷ്ട്രീയത്തിന്റെ കോണ്ടെക്സ്റ്റ് ആണെങ്കിൽ അയാൾ അന്ന് സംസാരിച്ചതിൻ്റെ അകത്ത് കുഴികുത്തി കൊടുക്കുന്ന ഒരു കാര്യം പണ്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അതുപോലെ ഇതിനകത്ത് എന്താ പറയുക, കൃഷ്ണകുമാരൻ കുടുംബം ഞങ്ങളെ ഭീഷണിപ്പെടുത്തി 8 ലക്ഷം രൂപ വാങ്ങിച്ചു. ഏത് 8 ലക്ഷം? അടിച്ചു മാറ്റി 69 ലക്ഷത്തിലെ 8 ലക്ഷം. മനസ്സിലായി ദിയ? ഓക്കെ, ഇതാ ഇതുവരെ പറഞ്ഞില്ല. പ്ലീസ് നോക്കൂ, പ്ലീസ് വാട്സാപ്പ് ടു ദിസ് നമ്പർ ടു പ്ലേസ് യുവർ ഓർഡർ. ഓക്കെ, വാട്സാപ്പ് ആൾസോ ഇതിനകത്തുള്ള ഡീറ്റെയിൽസിന്റെ തെളിവുകളടക്കം ദിയ അവിടെ ഇരുന്ന് ഇടുന്നുണ്ട്. ഇനി
സ്വാമിജിക്ക് മറ്റേ സംഘി കുടുംബത്തിന്റെ കാര്യവും മറ്റേ ഭയങ്കര ജാതീയ സംഭവത്തിനെ കുറിച്ച് ഇവരെ പറയാനാണ് ഇതാ. എന്റെ അച്ഛൻ നായർ, എന്റെ അമ്മ ഈഴവ, എന്റെ ഹസ്ബൻഡ് ബ്രാഹ്മൺ, എല്ലാം കൂടെ ചേർന്നൊരു മിക്സർ ആയിട്ട് വരും. ഞാൻ എന്ത് മെച്യൂരിറ്റിയുടെ സംസാരമാണ് ഇത്. ഈ കൃഷ്ണകുമാർ ഫാമിലിക്കകത്ത് അദ്ദേഹത്തിന്റെ വൈഫ്, അദ്ദേഹം ഭയങ്കര ഓർത്തഡോക്സ് മെന്റാലിറ്റി ഉള്ള ഒരു സവർണ നായർ മാടമ്പി ആയിരുന്നെങ്കിൽ അയാളുടെ വൈഫ് ആയിട്ട് ഈഴവ കാസ്റ്റിലുള്ള ഒരു സ്ത്രീ വരുമായിരുന്നോ? ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അവർ? 3-4 പിള്ളേരുമായിട്ട് സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ സോഷ്യലി നോക്കുന്ന സമയത്ത്, സാമൂഹികമായിട്ട് നോക്കുമ്പോൾ ഈ 4 പിള്ളേരുണ്ടല്ലോ അയാളുടെ സ്ട്രോങ് ഗോൾഡൻ പില്ലേഴ്സാണ്. ഞാൻ അങ്ങനെ തന്നെ പറയും, ഗോൾഡൻ പില്ലേഴ്സാണ്. ഒരച്ഛൻ ഏറ്റവും നമ്മുടെ സ്വീകാര്യനായിട്ടൊരു അച്ഛൻ തന്നെയാണ്. മക്കളുടെ ഇഷ്ടത്തിന് അവരുടെ ജീവിത പാർട്ട്നേഴ്സിനെ കണ്ടെത്താനുള്ള സാഹചര്യങ്ങൾ അവർക്ക് തന്നെ വിട്ടുകൊടുക്കുന്നു. അവരുടെ ഇഷ്ടമുള്ള തൊഴിലോ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോ ചെയ്യാൻ അനുവദിക്കുന്ന ഒരു അച്ഛനമ്മ അവരുടെ ഇഷ്ടങ്ങളും അവരുടെ താല്പര്യങ്ങളും സമൂഹം മൊത്തം എതിർത്താലും അവരുടെ കൂടെ നിന്നുകൊണ്ട് തൻ്റെ മക്കൾക്ക് എന്താണ് ഇഷ്ടം അതിലൂടെ മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് അഡ്വൈസ് ചെയ്യുന്ന, അതിൻ്റെ കൂടെ നിൽക്കുന്ന, എന്തുമാത്രം നമുക്ക് റോൾ മോഡലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കപ്പിളാണ് ഈ പറഞ്ഞ സിന്ധു കൃഷ്ണകുമാർ. ചില രാഷ്ട്രീയ കാര്യങ്ങൾ വിട്, രാഷ്ട്രീയം വ്യക്തിപരം നമ്മളായിട്ട് ബന്ധപ്പെടുന്നതല്ല. വ്യക്തികളെ നമ്മൾ എന്തിനു അധിക്ഷേപിക്കണം രാഷ്ട്രീയം വെച്ചിട്ട്? എനിക്ക് ഒത്തിരി രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള ആൾക്കാരോട്ട് ഭയങ്കരമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. എന്നാൽ ആ രാഷ്ട്രീയത്തിനെ എതിർക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. ആ എതിർക്കുന്നത് രാഷ്ട്രീയത്തിനാണ്, ആ വ്യക്തിയല്ല. ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും കെ കരുണാകരനോ ഇ കെ നയനാരോ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രചണ്ഡമായിട്ടുള്ള വലിയ ഇടത് വലത് തീവ്ര വലത് ഒക്കെ ആൾക്കാരെ എല്ലാം ഒരു വേദിയിൽ പോയി ഒരിടത്തിരിക്കും, സംസാരിക്കും, കുശലാന്വേഷണം നടത്തും, അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണത്തിനും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ പോയി. ഇവർക്കാർക്കും തമ്മിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. എന്തുകൊണ്ട്? അവർ സംവദിക്കുന്നത് രാഷ്ട്രീയപരമായിട്ടാണ്, അല്ലാതെ ആശയം വെച്ചിട്ടല്ലാതെ അവർ വ്യക്തിപരമായിട്ട് ആരെയും എടുത്ത് വെച്ച് കൊല്ലാൻ നിൽക്കാറില്ല. ഓക്കെ, എൻ്റെ മോൾ ദിയ ലോൺ എടുത്ത് തുടങ്ങിയ സ്ഥാപനമാണ്. അത് പൈസ പോകുന്നവർക്ക് മാത്രമേ അതിൻ്റെ വേദന സത്യമായിട്ടുണ്ട്. പൈസ പോകുന്നവർക്ക് എൻ്റെ വേദന അറിയാൻ പറ്റും. അതല്ലാതെ എത്ര വലിയ ബ്ലാ 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 അടിച്ചിട്ടുന്നതിന് ഒരു കാര്യമൊന്നുമില്ല. എന്ത് പറഞ്ഞാലും അടിച്ചമർത്തുന്നു, ജാതീയമായി അധിക്ഷേപിച്ചു. ഈ പെണ്ണും പിള്ള, ഈ കണ്ണട വച്ച പെണ്ണും പിള്ള, എനിക്ക് തോന്നുന്നു മറ്റ് 2 എണ്ണത്തിനെയും കൂടി ഇതിൻ്റെ അകത്ത് കൊണ്ട് പെടുത്തിയിട്ട് അവസാനം സ്കാനറൊക്കെ വെച്ചുകൊണ്ട് അവസാനം എല്ലാത്തിനെയും കൂടെ കൊണ്ടുപോയി പെടുത്തിയത് ഈ തള്ളച്ചിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ, സീരിയസ്ലി. ടാക്സിന്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെയൊന്നും എന്ത് പറഞ്ഞാൽ ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം, അടിച്ചമർത്തുമ്പോൾ കളഞ്ഞിട്ടങ്ങ് പോകരുതോ? ഡ്രൈവറിനെ കേൾക്കുന്നുണ്ട്, വേണം. 2, 3, 4, 5, 6. ഓക്കെ, എന്തായാലും ദിയ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ആ വീഡിയോ ഇട്ട സ്വാമിജി എന്ന് പറയുന്ന മഹാനോട് പറയാനുള്ളത്, ഈ സ്വാമി വിവേകാനന്ദ സാഹിത്യ സർവസ്വം. സ്വാമി വിവേകാനന്ദൻ ഈ പറഞ്ഞ ന്യസിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിന് മുമ്പ് ഈശ്വര സാക്ഷാത്കാരത്തിനും വ്യക്തി എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു ആത്മ സാക്ഷാത്കാരത്തിനും വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച കാര്യങ്ങളെക്കുറിച്ചും, അതുപോലെ തന്നെ ഇന്ന് വരെയുള്ള മലയാള ഹിന്ദു മെത്തോളജി പ്രകാരമായിട്ടുള്ളതും ഒക്കെ ഉള്ള പല കാര്യങ്ങളും ഞാൻ എൻ്റെ ഏതാണ്ട് ഒരു 22 വയസ്സിനകത്ത് ഞാൻ വായിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, ഇന്നെനിക്ക് അത്രയും അതിൻ്റെ അപ്പുറത്തേക്ക് പ്രായമായി. 22 വയസ്സിന് ശേഷം പിന്നെ അദ്ദേഹം ഈ ഇരിക്കുന്ന അങ്ങ് ഈ മറ്റേ ഏത് തരത്തിലുള്ള ഇപ്പം ദീക്ഷ എന്താണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒന്നും എനിക്കറിയത്തില്ല. നിങ്ങൾ സന്യാസിയാണോ, ഇനി ഏതെങ്കിലും ഗുരുമുഖത്ത് നിന്നും അത് സ്വീകരിച്ചിട്ടുള്ള ആളാണോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു കാര്യത്തിൻ്റെ അകത്ത് സന്യാസിക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടാം, സന്യാസിക്ക് ഏത് കാര്യത്തിൽ ഇടപെടാം, വ്യക്തമായ കാഴ്ചപ്പാടോടി കാര്യങ്ങൾ പറയാം. ആരെങ്കിലും പ്രീണിപ്പിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ കേട്ടതുകൊണ്ട് മറ്റുള്ളവരുടെ മേൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് കൊണ്ട് ചാപ്പ അടിച്ചുകൊണ്ട് അവരെ എന്ന് കൊല്ലാമെന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ പെണ്ണുങ്ങളെന്ന് പറഞ്ഞ് താറടിച്ചുകൊണ്ട്, പെണ്ണുങ്ങൾക്ക് എന്താ പ്രശ്നം? 3 പെണ്ണുങ്ങളും അല്ല, ഈ പറയുന്ന സ്വാമിജി ഉണ്ടാവാനും ഒരു സ്ത്രീ വേണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ. സ്ത്രീ വേണമല്ലോ, ഞാൻ ജനിക്കണമെങ്കിലും നിങ്ങൾ ജനിക്കണമെങ്കിലും വേണം, അതുപോലെ തന്നെ പുരുഷനും വേണം. സോ ഓൾ ആർ ഈക്വൽ. അല്ലാതെ ഈ ആൺ പെൺ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ രാഷ്ട്രീയം, കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയമല്ലല്ലോ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് പോയ പൈസയെക്കുറിച്ചും അതിന്റെ വ്യക്തമായ തെളിവുകൾ കൊടുത്തിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പല കാര്യങ്ങളും രാഷ്ട്രീയത്തിന്റെ പേരിൽ, അതും ഈ പറഞ്ഞ സ്വാമിജിയെ പോലത്തെ ചില രാഷ്ട്രീയത്തിന്റെ പേരിൽ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ കുടുംബത്തിനെ തകർക്കാൻ വേണ്ടി, ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും അവർക്കെതിരെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത സമയത്ത് അയാളിപ്പം അതും പബ്ലിക്കിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ, 10-20 വർഷത്തോളം തടവ് കിട്ടാന്നുള്ള രീതിയിലേക്ക് കൃഷ്ണകുമാറിനെതിരെ കേസെടുത്തിരിക്കുന്നു. കൃഷ്ണകുമാറും അദ്ദേഹത്തിന്റെ മകളും പൈസ പോയതിനെ കുറിച്ച് കുറെ നാളിന് മുമ്പ് കൊടുത്ത കേസിൻ്റെ അകത്തൊരു അനക്കവുമില്ല. ആലോചിച്ച് നോക്കണം. അവരുടെ സ്റ്റേറ്റ്മെന്റ് നോക്കാനോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനോ തയ്യാറായിട്ടില്ല. ഈ പെൺകുട്ടികൾ പബ്ലിക്കിന്റെ മുമ്പിൽ തന്നെ അവർ ചെയ്തിട്ടുള്ള ഉടായ്പ് പബ്ലിക്കിന്റെ മുമ്പിൽ തന്നെ തുറന്നു പറഞ്ഞു. എന്നിട്ട് അവസാനം മറ്റേ ജാതി കാർഡ് എടുക്കുന്നു, വിക്ടിം കാർഡ് ഇറക്കുന്നു, എന്തെല്ലാം കാർഡുകൾ ഇറക്കുന്നു, എന്നിട്ട് പൊളിറ്റിക്കൽ കാർഡും ഇറക്കി.
ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ തൊട്ട് നോക്ക്, അറസ്റ്റ് ചെയ്ത് നോക്കുന്നു. എന്തായാലും എനിക്ക് കേരളത്തിലെ ഗവൺമെന്റിനെയും കേരളത്തിലെ ഭരണാധികാരിയായിട്ടുള്ള പിണറായി വിജയനെയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനെയും പോലീസ് സേനയൊക്കെ എനിക്ക് നല്ല ബഹുമാനവും മതിപ്പും തന്നെയാണ്. ചില ഒന്നോ രണ്ടോ ചില ആൾക്കാരുണ്ടാവും എന്ന് കരുതിയിട്ട് നമ്മുടെ മൊത്തത്തിലുള്ള സേനയൊന്നും മോശമൊന്നുമല്ല. അതുകൊണ്ട് വ്യക്തമായ രീതിയിൽ നീതി കിട്ടേണ്ടത് ഈ കുട്ടിക്കും അവരുടെ കുടുംബത്തിനും തന്നെയാണ്. അത് കിട്ടുക തന്നെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സ്വാമിജിയെ കുറിച്ചുള്ള അഭിപ്രായം പ്രത്യേകം രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.